ഹലോ ഡിയേഴ്സ്, ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ധാരാളം വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഈ വെജിറ്റബിൾ ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ സൈഡ് ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പടവലമാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു പച്ചക്കായയും എടുത്തിട്ടുണ്ട്. പടവലവും പച്ചക്കായും വളരെ ഗുണമുള്ള വെജിറ്റബിൾസാണ്. പടവലത്തിൻ്റെ ഈ പുറത്തുള്ള ഈ നേരിയ തൊലി ഒന്ന് ചീവിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കൂടുതൽ അങ്ങോട്ട് ഡീപ്പായിട്ട് ചെത്തിക്കളയരുത്, അപ്പോൾ അതിൻ്റെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ പച്ചക്കായും ആ പച്ചത്തൊലി ഒന്ന് പതിയെ ചെത്തിക്കളഞ്ഞാൽ മതിയാവും. ഞാനിവിടെ ഒരു കൈപ്പിടിയിൽ കൊള്ളുന്നത്രയും പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് മസൂർ പരിപ്പാണ്. ഇത് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് ഉപയോഗിക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. വെജിറ്റബിളും ഈ പരിപ്പ് ഒരുമിച്ച് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വേഗത്തിൽ വെന്ത് കിട്ടും. നിങ്ങൾ മറ്റു പരിപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഞാൻ ആ പച്ചക്കായ ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, കഴുകിയെടുത്തതാണ്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കായയിൽ ധാരാളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം അയണൊക്കെ ധാരാളം ഈ പച്ചക്കായയിൽ അടങ്ങിയിട്ടുണ്ട്. പടവലം ഞാൻ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ടായുള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലർ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വേവിക്കുമ്പോൾ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുന്നവരാണെങ്കിൽ ചേർത്തോളൂ, ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതായത് ചെറിയ ഒരു തേങ്ങയുടെ പകുതി ചിരകിയത്. ഇത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ചെറിയ വെളുത്തുള്ളി ചേർക്കാം. ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുതുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള എരിവിനുള്ള പച്ചമുളക് എടുക്കാം. 2 ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ചെറുതാക്കി നുറുക്കി ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, വളരെ നല്ലതാണ് ചേർത്താൽ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കായയും പടവലമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്ത് ഈ വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. പരിപ്പിനകത്ത് കാണാനേ ഇല്ല, കണ്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും ആ പരിപ്പ്. വെജിറ്റബിളിൻ്റെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അരപ്പ് നന്നായിട്ട് ഈ ജാറിൽ നിന്ന് വടിച്ച് ചേർക്കാം. വെള്ളം ചേർത്താൽ ചിലപ്പോൾ കുറച്ച് ലൂസായി പോകും, അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ജാറ് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് വറവ് ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞ ഉള്ളി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പാകത്തിന് മുരിഞ്ഞ് കിട്ടും. വറ്റൽമുളക് ചേർക്കുന്നവരാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഈ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാരപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. വറവ് ചേർത്തതിന് ശേഷം 5 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പച്ചക്കായ പരിപ്പ് പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനൂടെ കഴിക്കാൻ ഇതൊരു കറി മാത്രം മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. മീറ്റ് കഴിക്കുന്നതിലും വളരെ നല്ലതാണ് ഈ വെജിറ്റബിൾ കറി. ഡയബറ്റീസ് കുറയാനും വെയിറ്റ് ലോസിനും ഒക്കെ വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.